ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു കരുതുന്നു. മാഷാ അല്ലാ, ഞാനും സേഫ് ആയിട്ടിരിക്കുന്നു. ഇറച്ചിപ്പിടി കാണിക്കാൻ എന്താണ് ഈ ഫോട്ടോ വെച്ചതെന്നായിരിക്കും. ഞാനിത് ഏഷ്യാനെറ്റിൽ പോയിട്ട് ടേസ്റ്റ് ടൈമിൽ പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അന്ന് ഞാൻ ഇറച്ചിപ്പിടിയായിരുന്നു അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ഒരു ഇറച്ചിപ്പിടി റെസിപ്പി തന്നെ ഞാൻ നിങ്ങൾക്ക് റംസാൻ സ്പെഷ്യൽ ഐറ്റം ആയിട്ട് ഇന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് താനൂർ ഞങ്ങളുടെ നാട്ടിലുള്ള സ്റ്റൈലിലുള്ള ഒരു ഇറച്ചിപ്പിടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എല്ലില്ലാത്ത ബീഫാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ചെയ്യുമ്പോൾ ചെറിയ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുക്കാറ്. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ഒരു പാകത്തിന് എല്ലില്ലാത്ത ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 2 വലിയ സവാള കൊത്തി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യത്തിനുള്ള ഒരു എരിവിന് വേണ്ടിയിട്ടുള്ള ഒരു 4 പച്ചമുളകും കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1.5 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ടേബിൾ സ്പൂണ് മുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 വലിയ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂണ് ഉലുവ എന്നിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇറച്ചിപ്പിടി അത് കേരളത്തിലാണെങ്കിലും പല സ്ഥലത്തും നമ്മൾ പല രൂപത്തിലാണ് കാണപ്പെടുന്നതും അതിൻ്റെ പേരും തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞിപ്പത്തൽ, അതുപോലെ പല കാസർഗോഡ് കണ്ണൂർ ഭാഗത്തൊക്കെ വേറെ വേറെ വെറൈറ്റി ആയിട്ടാണ് കേൾക്കുന്നത്. സംഭവം ഒക്കെ ഇതൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ബീഫ് ഒന്ന് അടച്ചിട്ട്, അത്യാവശ്യം ബീഫ് വേവാനൊരു അരമണിക്കൂറെങ്കിലും പിടിക്കും. അപ്പോൾ അതൊന്ന് വേവിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ബീഫ് അവിടെ റെഡി ആവുന്ന ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ പിടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മളെ പത്തിരിക്കൊക്കെ മാവ് റെഡിയാക്കൂലേ, ആ ഒരു അളവിലെടുത്താൽ മതി. 1 കപ്പ് പൊടിക്കാണെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാ പത്തിരിക്ക് മാവ് കുഴക്കുന്നത് പോലെ തന്നെ ഒന്ന് എടുത്തിട്ട് കുഴക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഏത് പൊടിയും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ വറുത്ത പൊടി, അരിപ്പൊടിയാണുള്ളത്. അപ്പോൾ ഞാൻ ആ വറുത്ത അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വെള്ളം തിളച്ച് വരുമ്പോൾ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പത്തിരിക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ കുഴച്ചെടുത്തിട്ട് ബോൾസ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയിട്ട് വേണം, ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. അത്ര അധികം ചൂടാറാനും നിൽക്കണ്ട, ഒരു ചെറിയ ചൂടിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനത്തെ ഞാൻ അതിൻ്റെ ചെറിയ ചൂടൊക്കെ പോകണം മുന്നേ കുറച്ചൊന്ന് ചെറുതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് അറിയാലോ നമ്മളെ പിടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ചെറിയൊരു ബോൾസ് ആക്കി എടുക്കും. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ട് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞങ്ങൾ താനൂർ പിടി ഉണ്ടാവാറ്. ഞാൻ ടേസ്റ്റ് ടൈമിൽ പോയതിന് ശേഷം എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിടി എന്താ ഇത്ര വലുപ്പം, ന്യൂ ജനറേഷൻ പിടിയാണോ എന്നൊക്കെ. പക്ഷെ എൻ്റെ നാട്ടിൽ ഈ ഒരു ഷേപ്പിലാണ് ഈ ഒരു പിടി ഉണ്ടാവല്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കുഞ്ഞിപ്പത്തലൊക്കെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ്. അതുപോലെ കക്കറൊട്ടി അങ്ങനെ എന്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ ഭാഗത്തൊക്കെ. അപ്പൊ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഷേപ്പാണ് ഇങ്ങനെ. അപ്പോൾ പണ്ട് എൻ്റെ മമ്മിയൊക്കെ ഈ പിടി ഉണ്ടാക്കുമ്പോൾ ഞങ്ങളെ കൊണ്ടൊക്കെ ഇതേപോലെ ഉരുട്ടിക്കുമായിരുന്നു. നമുക്കന്ന് ഈ ഒരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ, ഇതിങ്ങനെ ഉരുട്ടി കൊടുത്താൽ മതിയായിരുന്നു. ബാക്കിയൊക്കെ മമ്മി ഉണ്ടാക്കിയിട്ട് തരുമായിരുന്നു. ഇന്ന് നമ്മൾ ഫുള്ളായിട്ട് എല്ലാതും ഒരുമിച്ച് ചെയ്യുന്നു. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ബോൾസ് ഒന്ന് ഉരുട്ടുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു പരന്നൊരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് പിടി റെഡിയാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഞാൻ ഫുള്ളായിട്ട് റെഡിയാക്കി എടുത്തിട്ട് വരാം. ഇനി നിങ്ങൾക്ക് ഈ ഷേപ്പ് പറ്റില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ്
റൗണ്ട് ചെയ്തിട്ടെടുക്കുക, അങ്ങനെ എങ്ങനെ ചെയ്താൽ മതി, എന്തായാലും പിടിയാവും. അപ്പോൾ ഞാൻ കയ്യിൽ ഒട്ടുന്നതിന് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് കയ്യിൽ ഇട്ടിട്ടാണ് ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ പിടിയൊക്കെ ഇവിടെ അതിമനോഹരമായിട്ട് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഫുള്ളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് മോളൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഷേപ്പ് ആവും, അതുകൊണ്ട് ഞാൻ തന്നെ ഇത് കംപ്ലീറ്റ് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആവി കയറ്റി എടുക്കേണ്ടതുണ്ട്. ജസ്റ്റ് നമ്മളിത് കറിയിൽ മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പം നമ്മൾ അത് മിക്സ് ചെയ്യുമ്പം ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ജസ്റ്റ് ഒരു 10 മിനിറ്റ് 10-15 മിനിറ്റ് ഒന്ന് നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മളെ പിടിയെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ കറിയിലിട്ടിട്ട് മിക്സ് ആക്കുമ്പോൾ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് റെഡി ആവട്ടെ. അടുത്ത ഞാനിവിടെ 1 കപ്പ് തേങ്ങയും അതുപോലെ തന്നെ 5-6 ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഒതുക്കിയെടുക്കണം, നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കറിയിലേക്ക് മിക്സ് ആക്കാനുള്ളതാണ് കേട്ടോ. അങ്ങനെ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ ആവി കയറ്റാൻ വെച്ച പിടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ, നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ ഇതാ ആ സമയം നമ്മളെ കുക്കർ ബീഫ് ഇവിടെ ഒക്കെ വെന്തിട്ട് കുറച്ച് സമയമായി റെസ്റ്റ് എടുക്കുകയായിരുന്നു. ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച നമ്മൾ അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ബീഫിൽ അധികം വെള്ളമൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ നമ്മളെ ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒഴിക്കുമ്പോൾ വെള്ളം അധികം ആവണ്ട, നമുക്ക് പിന്നെ വീണ്ടും വറ്റിച്ചെടുക്കേണ്ടി വരും. നിങ്ങളെ ബീഫിൽ വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ ചേർക്കാൻ നിൽക്കരുത്. ഇതിലിട്ട് വേണം ഇനി നമ്മളെ പിടി വേവിക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മളെ കയ്യിലുള്ള മല്ലിയില, പുതിന ഇല, അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല, അതിന് പകരം ഞാൻ പട്ടയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. പട്ടയുടെ ഇല, അതുപോലെ തന്നെ കറുവപ്പട്ട ഉണ്ടല്ലോ അതിൻ്റെ ഇല, പിന്നെ പുതിന ഇല എടുത്തിട്ടുണ്ട്, അതുപോലെ കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഹാഫ് കുക്കായിട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി കറിയുടെ ആ ഗ്രേവി നമ്മൾ ഈ പിടിയിലേക്ക് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇളക്കുമ്പോൾ സൂക്ഷിക്കുക, പൊട്ടിപ്പോവില്ല, കാരണം നമ്മൾ ആവി കയറ്റതാണ്. 10-15 മിനിറ്റ് ആവി കയറ്റിയിട്ട് എടുത്തിട്ടുള്ള പിടിയാണ്, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് എല്ലാ ഭാഗത്തൊന്നും മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് നമ്മളെ പിടിയിലേക്ക് പിടിക്കാനായിട്ട് അത് കണ്ട തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് കുറച്ചും കൂടെ ഗരം മസാല ഒന്നിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണും കൂടെ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതുപോലെ എരിവൊക്കെ നോക്കിയിട്ട് കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇതിൽ കുറച്ച് കുരുമുളക് പൊടി മുന്തി നിൽക്കണം, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതാ നമ്മളെ പിടിയൊക്കെ അതിലേക്ക് യോജിപ്പിച്ചിട്ട് നന്നായിട്ട് വരുന്നുണ്ട്. കണ്ടല്ലോ, ഇതിപ്പോൾ ഈ ഒരു ഗ്രേവിയോട് കൂടി നിർത്തിയാൽ മതി, കാരണം നമ്മളിത് കഴിക്കുന്ന ടൈമിൽ ഇതൊന്നും കൂടി ടൈറ്റായി പോകും, ഒന്നും കൂടി കുറുകി കിട്ടും. അപ്പോൾ കുറച്ച് ഗ്രേവി ഉള്ള സമയം നോക്കിയിട്ട് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞില്ല, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾക്ക് ഇതൊന്ന് വറവിടണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാവുമ്പോൾ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ട്, ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു 5-6, അത് എത്ര കൂടിയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റി ആയിരിക്കും. കുറച്ച് ഒരു 5-10 ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അതൊന്ന് ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റെഡിയായി കിട്ടിയാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിടിയിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. സൂപ്പർ, നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിപ്പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നോമ്പൊക്കെയാണ് വരാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ബീഫ് കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ചിക്കൻ വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ നാട്ടിൽ ഇറച്ചിപ്പിടി എന്ന് പറഞ്ഞാൽ തന്നെ ബീഫ് വെച്ചിട്ടാണ് അവിടെ മെയിനായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ബീഫ് കഴിക്കാത്തവർക്ക് ചിക്കനിലോ മട്ടനിലോ ഒക്കെ ഇത് ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ ഇതാണ് അന്ന് ഞാൻ ടേസ്റ്റ് ടൈമിൽ ഉണ്ടാക്കിയ ഇറച്ചിപ്പിടി. അത് ഹോട്ട്സ്റ്റാറിലായത് കാരണം എനിക്ക് അതിൻ്റെ ലിങ്ക് എടുത്തിടാൻ പറ്റണില്ല കേട്ടോ. യൂട്യൂബിലില്ല, ഹോട്ട്സ്റ്റാറിലാണ് ടേസ്റ്റ് ടൈമിൻ്റെ ഓരോ എപ്പിസോഡും കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിഭവം ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടെ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തിട്ട് വേണം കാണാനായിട്ട്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴേ ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.